വഹാബികളെ അവസാന തടവാണ്. മൗലിദെല്ലാം പറ്റുക ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ചോറെടുക്കാൻ പറ്റുക ഞങ്ങൾ പറഞ്ഞിട്ടില്ല, റബീഉൽ അവ്വൽ 12 ഒരു പ്രത്യേക പരിപാടി അത് പറ്റൂല, എല്ലാ ദിവസവും മുത്തുനബിനെ സ്നേഹിക്കണ്ടേ, അതൊക്കെ ഓല് ചോദിക്കണത്. ഒറ്റ ചോദ്യം, നിങ്ങൾ എന്തിനാ വാർഷിക സമ്മേളനം നടത്തുന്നത്? 8ാം വാർഷികം, 9ാം വാർഷികം, 10ാം വാർഷികം നടത്തണില്ലേ? നിങ്ങളെ കോളേജുകളിലൊക്കെ ആനുവൽ ഡേ നടത്തുന്നില്ലേ? അതൊക്കെ എവിടുന്ന കിട്ടി നിങ്ങൾക്ക്? ഏത് നബിയാണ്, ഏത് സ്വഹാബത്താണ് ഇതിനൊക്കെ മാതൃകയുള്ളത്? അവിടെ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. അതായത് നിങ്ങൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങളെ ഫിത്ന അസോസിയേഷൻ തുടങ്ങിയിട്ട് 8 കൊല്ലായി, 9 കൊല്ലായി, അല്ലെങ്കിൽ 10 കൊല്ലായി, ഇതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾക്ക് കേൾക്കണോ? ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളതാട്ടോ, നിങ്ങളതല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ ആരും ഈ വിഷയം വെച്ച് വരൂല. നിങ്ങൾക്ക് നബിദിനം വരുമ്പോൾ പ്രത്യേക ആവേശം വരാനല്ലാതെ ഈ പ്രശ്നം വരൂല. ഞങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പിറവിയെടുത്ത ദിവസം, ആ ദിവസത്തിലെ സാധാരണ ദിവസമൊക്കെ ഞങ്ങൾ സ്നേഹിക്കുന്നത്. അതിന്റെ പുറമെ അന്നൊരു പ്രത്യേക സ്നേഹം കൂടുതൽ വരും. കാരണം എന്താണെന്നറിയോ? ഞങ്ങളും വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു മുത്തുനബിനെ കൊണ്ട് നിങ്ങൾ സന്തോഷിക്കുന്നതാണ്. അപ്പൊ സ്ഥിരമായിട്ട് ഞങ്ങൾ ഉള്ളതിലേറെ ഒന്നും കൂടെ ഒരു ആവേശമൊക്കെ കൂടും. ഞങ്ങൾക്ക് നാളെ ആകെ കൈപിടിക്കാനുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറക്കപ്പെട്ട ആ ഒരു ദിവസം, അതിന്റെ ഒരു ഫീലിംഗ് വേറെ തന്നെയാണ്. അത് ഈമാനുള്ള ഒരു മനസ്സിനുള്ളിൽ തോന്നുന്ന സംഭവമാണ്. അത് അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഈമാൻ ഇല്ല എന്നുള്ളതല്ല. നിങ്ങൾക്ക് ഈമാൻ ഉണ്ടോ ഇല്ല നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇതെന്നുണ്ടെങ്കിൽ പിന്നെ ആരും ഇതിനൊന്നും എതിർക്കാൻ നിൽക്കൂല. അത് ഈമാന്റെ കുറവാണെന്ന് ഞാൻ പറയുള്ളൂ. ഒരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾക്ക് തോന്നിയതൊക്കെ നടത്താവുന്നു, ഞങ്ങളുടെ ഒന്നും പറ്റൂല. അതായത് നിങ്ങളതൊക്കെ ചക്കര, ഞങ്ങളതൊക്കെ കൊപ്പര, ആ പരിപാടി നടക്കൂല. ആലോചിച്ചാൽ മതി, ചിന്തിച്ചാൽ മതി, ബുദ്ധിയുള്ളവനെ മനസ്സിലാവും ഇതൊക്കെ ഒരു മഹബത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണെന്ന്. അതുകൊണ്ട് മരണം വരെ ഞങ്ങൾ ഇത് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ കരഞ്ഞോണ്ടിരിക്കത്തുള്ളൂ. നമ്മളെ കരച്ചിലുകൾ തുടരട്ടെ, നമ്മളെ പരിപാടികൾ തുടരട്ടെ ഇൻഷാ അല്ലാഹ്. അത് ശരിയാണ്. അത് മതത്തിന്റെ ആചാരമായി കാണാത്ത കാലത്തോളം, മതത്തിന്റെ ആചാരമായി കാണാത്ത കാലത്തോളം അത് ശരിയാണ്. അതേസമയം അത് മതത്തിന്റെ ആചാരമാണെങ്കിൽ, മതത്തിന്റെ ആചാരമായിട്ടാണ് എടവണ്ണ ജാമിന്റെ വാർഷികമെങ്കിൽ, മതത്തിന്റെ ആചാരമായിട്ടാണ് പട്ടിക്കാട് വാർഷികമെങ്കിൽ അതും ബിദ്അത്താണ്. അവിടെയാണ് നബിദിനാഘോഷവും ഇതും രണ്ടാകുന്നത്. നബിദിനാഘോഷവും ഇതും രണ്ടാകുന്നത് അവിടെയാണ്. ഇത് മതത്തിൽ ഒരു പുതിയ ആചാരം ഉണ്ടാക്കുകയാണെങ്കിൽ, കൊല്ലത്തൊരിക്കൽ നടത്തുന്ന സുന്നത്താണ് എന്നോ, അത് ഇന്ന മാസം ആകണമെന്നോ, അതിന് മര്യാദകളോ, അത്ര മാസം ഉത്തരം ശ്രദ്ധിക്ക്, അത് ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്നോ, അത് മുസ്ലിമുകൾ ആഘോഷമാണ് എന്നോ ഒക്കെ പറയുകയാണെങ്കിൽ അതും ബിദ്അത്താണ്, അതും അനാചാരമാണ്, അതും അനിസ്ലാമികമാണ്. ഇവിടുത്തെ പ്രശ്നം താങ്കളെപ്പോലുള്ള സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കേണ്ടത്, ഇവിടുത്തെ വിഷയം എന്ന് വെച്ചാൽ ഈ ജന്മദിനാഘോഷം, റബീഉൽ അവ്വലിൽ നടത്തുന്ന ഈ ആഘോഷം ലൈലത്തുൽ ഖദ്റിനേക്കാളും പുണ്യമാണ് എന്ന് ഈ മുസ്ലിയാക്കന്മാർ എപ്പോഴും എഴുതിച്ചിട്ടുണ്ട്. ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണെന്ന്. അതേപോലെ മുസ്ലിമുകൾക്ക് 3 ആഘോഷമേ ഉള്ളൂ: ചെറിയ പെരുന്നാൾ, ബലി പെരുന്നാൾ, അതേപോലെ ഈദ് മീലാദുൻ നബി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതേപോലെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയാണ് തുടങ്ങി വെച്ചത് എന്ന് അവർ പ്രസംഗിച്ചിട്ടുണ്ട്. അതേപോലെ 4 ഖലീഫമാർ ചെയ്തു എന്ന് വാദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ അത് അനിസ്ലാമികമായി മാറുന്നു. എന്നാൽ പട്ടിക്കാട് ജാമിയന്റെ വാർഷികമോ ജാമിയത്തുൽ ഹിന്ദിന്റെ വാർഷികമോ ആ നിലക്കുള്ള ഏതെങ്കിലും സ്ഥാപനത്തിന്റെ വാർഷികം ആഘോഷിക്കുമ്പോൾ ഇത് മുസ്ലിമീങ്ങൾ ആഘോഷമാണ് എന്നും, ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമാണ് എന്നും, ഇത് സുന്നത്താണ് എന്നും, ഇതിന് വലിയ കൂലി കിട്ടുമെന്നും, ഇത് ഇന്ന ആയത്തൊക്കെ ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ദീനിൽ ഒരു ആചാരമായി കൊണ്ടുവരുന്നുവെങ്കിൽ അതും അനിസ്ലാമികമാണ്, അതും ബിദ്അത്താണ് എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. അത് നല്ല കാര്യമാണെങ്കിൽ സുന്നത്താണ്, കൂലിയുള്ള കാര്യമാണെന്ന് പറഞ്ഞു. ഇത്രയും പൈസ ചെലവാക്കിയാണ്ടും ഇത്രയും സമയം ചെലവാക്കിയാണ്ടും ദീനിൽ ഒരു നിയമമുണ്ട്. നമ്മളെ പൈസ അനാവശ്യമായിട്ട് ചെലവാക്കിയാലും സമയം അനാവശ്യമായിട്ട് ചെലവാക്കിയാലും തെറ്റായ കാര്യമാണ്. ഇതുപോലെയുള്ള വാർഷികങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും ചെലവാക്കിയാണ്ട് നമ്മൾ സമയം ചെലവാക്കുമ്പോൾ ശരിയാണോ? ദീനിൽ കൂലിയുള്ള കാര്യമാണോ കുറ്റമുള്ള കാര്യമാണോ? അനാവശ്യമായി ചെലവാക്കുന്നുവെങ്കിൽ 1 ഉറുപ്പികയാണെങ്കിലും ചെലവാക്കാൻ പാടില്ല. അത് അധികമൊന്നും വേണ്ട, ഒറ്റ ഉറുപ്പിയാണെങ്കിലും. ഇപ്പൊ ഇവിടെ ഈ പരിപാടി കളിക്കാൻ മൂലന്മാർ വന്നല്ലോ, ആ സമയം അനാവശ്യമാണ്. ഇതിന് ചെലവാക്കിയ പൈസ അനാവശ്യമാണ്, ഇതിന് പറഞ്ഞയച്ച അനാവശ്യമാണ്, അത് തെറ്റാണ്. അതേസമയം ന്യായമായ ആവശ്യത്തിനാണെങ്കിൽ ഒരാൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാനാണെങ്കിൽ ലോകത്തെ എത്ര വലിയ സമ്പത്ത് കിട്ടുന്നതിനേക്കാളും ഹൈറാണ് നമ്മൾ വഴിക്ക് ഒരാൾക്കെങ്കിലും ഹിദായത്തിലേക്ക് വഴിയാകുന്നത്. അപ്പൊ ഒരു മനുഷ്യന് ഹിദായത്ത് കിട്ടാൻ വേണ്ടി കോടാനുകോടി ചെലവഴിച്ചാലും അത് അനാവശ്യമല്ല. ഒരു മനുഷ്യന് ഹിദായത്തിന് കാരണമാകാൻ വേണ്ടി, ശ്രദ്ധിക്കണില്ല, ഒരു മനുഷ്യന് ഹിദായത്തിന് കാരണമാകാൻ വേണ്ടി കോടാനുകോടി ചെലവഴിച്ചാലും അത് അനാവശ്യമല്ല. അനാവശ്യമായിട്ട് 1 ഉറുപ്പിക ചെലവഴിച്ചാലും അത് തെറ്റാണ്, അത് ഇസ്ലാം അംഗീകരിച്ചിട്ടുമില്ല. ശരി. അസ്സലാമു അലൈക്കും സഹോദരങ്ങളെ, ചെറിയൊരു കാര്യം. അബ്ദുറഹ്മാൻ സാഹിബിന്റെ ചോദ്യത്തിൽ നിന്ന് ഈ മുസ്ലിയാക്കന്മാരായ ആളുകൾ
സാധാരണക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹം വളരെ ഇഖ്ലാസോട് ചോദിച്ചിട്ടുള്ളത്. മുജാഹിദുകളായ ആളുകൾ നബിദിനത്തെ എതിർക്കുന്നുണ്ടല്ലോ, പക്ഷെ അവർ കോളേജിന്റെ വാർഷികം ആഘോഷിക്കുന്നു, മുഖാമുഖങ്ങൾ നടത്തുന്നു. അപ്പൊ അത് ബിദ്അത്താണെങ്കിൽ ഇതും ബിദ്അത്താകണ്ടേ എന്ന. ശരി, നിങ്ങൾ ആലോചിക്കണം, ഇവിടെ നബിദിനാഘോഷത്തെ മുജാഹിദുകൾ എതിർക്കുന്നത് എന്തുകൊണ്ടാണ്? ആ ദിവസത്തിന് ഇസ്ലാം പ്രത്യേകത കൽപ്പിച്ചിട്ടില്ലാത്ത ദിവസത്തിന് പ്രത്യേകത കൽപ്പിക്കുന്നു. ആ ദിവസത്തിന് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമുണ്ടെന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ആഘോഷത്തിൽപ്പെട്ട 2 ആഘോഷങ്ങൾക്ക് പുറമെ മൂന്നാമത്തെ ആഘോഷം മാത്രമല്ല ബലിപെരുന്നാളിനേക്കാൾ വലിയ ആഘോഷമാണ് എന്ന് പറയുന്നു. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ കൽപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രത്യേകത ജാമിയന്റെ അല്ലെങ്കിൽ ജാമിയത്തുൽ ഹിന്ദിന്റെ വാർഷികം വരികയാണ്, അന്ന് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വം ജാമിയത്തുൽ ഹിന്ദിന്റെ വാർഷികത്തിന് അന്നുണ്ട് എന്ന് ജാമിയത്തുൽ ഹിന്ദിന്റെ ആളുകൾ വാദിച്ചാൽ അത് ബിദ്അത്താണ്, 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 സംശയമില്ല. അപ്പോ നബിദിനാഘോഷത്തെ മുഖാമുഖവുമായും വാർഷികവുമായും കൂട്ടിക്കെട്ടാൻ ശ്രമിക്കരുത്. അത് സാധാരണക്കാരായ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ മുസ്ലിയാക്കന്മാർ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാണ്. പിന്നെ മുഖാമുഖം നടത്തുക, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖാമുഖം നടത്തിയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ ഇന്ന ദിവസത്തിൽ ഫറൂഖ് പേട്ടയിൽ ഇത്ര ഫെബ്രുവരി അല്ലെങ്കിൽ ജനുവരി 31-ാം തീയതി മഗ്‌രിബിന് ശേഷം ഫറൂഖ് പേട്ടയിൽ മുഖാമുഖം നടത്തൽ ദീനിൽ സുന്നത്താണ് എന്ന് ഈ ഇതിന്റെ സംഘാടകർ വാദിച്ചാൽ ഈ മുഖാമുഖം ബിദ്അത്താണ്, ബിദ്അത്താണ്, ബിദ്അത്താണ്. അപ്പോ ഇനി നിങ്ങൾ പറയേണ്ടത്, ഞങ്ങൾ റബീഉൽ അവൽ മാസത്തിന് ഒരു പ്രത്യേകതയും കൽപ്പിക്കുന്നില്ല, അന്ന് ലൈലത്തുൽ ഖദറിനേക്കാൾ മഹത്വമില്ല, അന്ന് ഇസ്ലാമിന്റെ ആഘോഷമല്ല, ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോട്ടെ, ഞങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയാത്തിടത്തോളം കാലം മൗലിദാഘോഷം ബിദ്അത്താണെന്ന് മുജാഹിദുകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊ സ്ഥാപനങ്ങളുടെ വാർഷികവും അതുപോലെ തന്നെ മുഖാമുഖ പരിപാടികളും രണ്ടും രണ്ടാണ്. അത് സാധാരണക്കാരായ ആളുകൾ മനസ്സിലാക്കണം. ഇവർക്ക് നബിദിനാഘോഷം കഴിക്കാൻ അള്ളാന്റെ ഖുർആനിലും പ്രവാചകന്റെ ഹദീസിലും തെളിവില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മുഖാമുഖത്തെ നബിദിനാഘോഷം തെളിവാക്കുന്നത് സാധാരണക്കാർ മനസ്സിലാക്കുക.